friends, welcome to Biyas kitchen. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് ക്യാരറ്റ് ഉപയോഗിച്ച് ക്യാരറ്റ് പച്ചടിയുടെ റെസിപ്പിയാണ്. വെജിറ്റേറിയൻ ഡയറ്റ് ചെയ്യുന്നവർക്കും അതുപോലെ സദ്യയിലെ സ്പെഷ്യൽ കൂട്ടുകറിയായും ചോറിനോടൊപ്പം ചപ്പാത്തിക്കുമെല്ലാം ചേരുന്ന ഒരു ടേസ്റ്റി ക്യാരറ്റ് കറിയുടെ ഈ റെസിപ്പി എങ്ങനെ റെഡിയാക്കാമെന്ന് നോക്കിയാലോ. അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം. ഇതിനായിട്ട് ഇതേ വലിപ്പത്തിലുള്ള 2 ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഒരു 2 ക്യാരറ്റും ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തു. നമുക്ക് കറി എങ്ങനെ റെഡിയാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് 1/2 കപ്പ് തേങ്ങ നമുക്ക് ആദ്യം അരച്ചെടുക്കാം. അരയാൻ ആവശ്യത്തിന് വെള്ളമൊഴിച്ച് അരച്ചെടുക്കാം. തേങ്ങ നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പച്ചടി റെഡിയാക്കി എടുക്കാം. കടായി വെച്ച് ചൂടായതിനു ശേഷം അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായതിനു ശേഷം ഇതിലേക്ക് 2 ടീസ്പൂൺ വെളുത്തുള്ളി ചെറിയ പീസുകളായി കട്ട് ചെയ്തത് ചേർക്കാം. അതോടൊപ്പം തന്നെ ഇഞ്ചിയും 2 ടീസ്പൂൺ ചെറിയ പീസായി കട്ട് ചെയ്തത് ചേർക്കാം. ഇനി മീഡിയം ഫ്ലെയിമിൽ വെച്ച് വഴറ്റിയെടുക്കാം. വേപ്പില ഇപ്പോൾ സമയത്ത് ചേർക്കുന്നില്ല, നമുക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 4 പച്ചമുളക് സ്ലൈസ് ചെയ്ത് ചേർക്കാം. ഇനി നമുക്ക് നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരുന്ന ക്യാരറ്റ് ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കാം. പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ഇട്ടത്. തേങ്ങ ആദ്യം നമ്മൾ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഈ പച്ചടി റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇപ്പോൾ 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് ഞാനിത് വഴറ്റിയെടുത്തു. ഇനി ഇതിലേക്ക് അല്പം ഇൻഗ്രീഡിയൻസ് ചേർക്കാനുണ്ട്. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂൺ സാദാ മുളക് പൊടി ചേർക്കാം. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ. എരിവ് അധികം വേണമെന്നുള്ളവർക്ക് മുളക് പൊടിയുടെ അളവ് കൂട്ടിക്കൊടുക്കാം. ഞാനിവിടെ 1.5 ടീസ്പൂണാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് പോരെങ്കിൽ നമുക്ക് ലാസ്റ്റ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ആവശ്യത്തിന് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങയുടെ അരപ്പും അതുപോലെ തൈരൊക്കെ ചേർത്താൽ ചിലപ്പോൾ ഉപ്പിൻ്റെ കുറവ് വരും. അപ്പോൾ ആ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ അരച്ച് വെച്ചിരുന്ന തേങ്ങയുടെ അരപ്പ് ചേർക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ബീട്രൂട്ടും പച്ചടി റെഡിയാക്കി എടുക്കാം കേട്ടോ. അരച്ചെടുത്ത മിക്സിയിൽ നമുക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കണം. പച്ചടിയിൽ ഒരുപാട് വെള്ളം ഉണ്ടാകരുത്, കുറുകിയ ടൈപ്പിലായിരിക്കണം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. നല്ല കട്ട തൈരാണ് എടുത്തിരിക്കുന്നത്, ഒരുപാട് പുളിയൊന്നും ഇല്ലാത്ത തൈരാണ്. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് സ്പൂണ് കൊണ്ട് നല്ലപോലെ ഉടച്ചെടുക്കാം. വെള്ളമില്ലാത്ത നല്ല കട്ട തൈരായിരിക്കണം ഇതിലേക്ക് എടുക്കേണ്ടത്. തൈരെടുത്ത കപ്പിൽ തന്നെ 1/4 ഭാഗം വെള്ളമെടുത്ത് മിക്സ് ചെയ്തിട്ട് വേണം സ്പൂണ് കൊണ്ട് നല്ലപോലെ തൈര് ഉടച്ചെടുക്കാനായിട്ട്. ഇനി നമുക്ക് തൈര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അല്പം കൂടി മിക്സിയിൽ വെള്ളം ഒഴിച്ച് ഇതിലേക്ക് ചേർക്കാം. തൈര് ചേർത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് നമുക്ക് കറിയിൽ ഉപ്പുണ്ടോ എന്ന് നോക്കാം. കറക്റ്റ് ഉപ്പില്ലെങ്കിൽ അല്പം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം. തൈര് ചേർത്ത് ഒരുപാട് സമയം തൊട്ട് തിളപ്പിക്കരുത്. മീഡിയം ഫ്ലെയിമിൽ തിള വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ചെറുതായിട്ട് ഇങ്ങനെ തിള വരുന്നുണ്ട്, നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാനിപ്പോൾ ഇതിലേക്ക് കൂട്ടുന്ന തൈര് മിക്സ് ചെയ്തത് സ്പൂൺ കൊണ്ട് നല്ലപോലെ ബീറ്റ് ചെയ്തിട്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയിൽ ജസ്റ്റ് ഒന്ന് അടിച്ചതിന് ശേഷം ഇതിലേക്ക് ചേർക്കാം. അപ്പോൾ കറിയിൽ തൈരിൻ്റെ കട്ടകളൊന്നും ഇല്ലാതെ നല്ല സോഫ്റ്റായിട്ട് കറി റെഡിയാക്കി എടുക്കാം. നമ്മുടെ ക്യാരറ്റ് പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കറിയൊന്ന് ഫൈനലായിട്ടൊന്ന് താളിച്ചെടുക്കാം.
ചൂടായതിനു ശേഷം ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയതിനു ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് വേപ്പിലയും 3 ചുവന്ന വറ്റൽമുളകും ചേർക്കാം. ഇനി കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ക്യാരറ്റ് പച്ചടി ഇവിടെ റെഡിയായി കഴിഞ്ഞു. കണ്ടില്ലേ, പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്നൊരു കറിയാണ്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു കൂട്ടുകറിയാണ് കേട്ടോ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇവിടെ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. കാരണം ക്യാരറ്റ് ആയതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വെജിറ്റബിൾ ആണല്ലോ. അതുകൊണ്ട് ക്യാരറ്റ് ഉപയോഗിച്ച് പരമാവധി കുട്ടികൾക്കൊക്കെ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്താൽ വളരെ നല്ലതാണ്. വൈറ്റമിൻ കണ്ടന്റ് കൂടുതൽ അടങ്ങിയതുകൊണ്ട് ക്യാരറ്റും അതുപോലെ മറ്റു പച്ചക്കറികളൊക്കെ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. അപ്പോൾ എല്ലാവരും ഈ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് ചോറിന് മാത്രമല്ല കോമ്പിനേഷൻ, ചപ്പാത്തി അതുപോലെ പുട്ട് ഇതിനൊക്കെ കോമ്പിനേഷനാണ് ഈ കറി. എല്ലാവരും ട്രൈ ചെയ്യാം. പിന്നെ ഈ കറി വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, തൈര് ചേർക്കുന്നത് പുളിയുള്ള തൈര് ചേർക്കാതെ ശ്രദ്ധിക്കാം. ഞാൻ ഇതിലേക്ക് ഒട്ടും പുളിയില്ലാത്ത തൈരാണ് ചേർത്തിരിക്കുന്നത്. ഇനി നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം.